നിങ്ങളുടെ വിവാഹത്തിന് ഒരു നല്ല ഓഡിറ്റോറിയം സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം? ഞാൻ നിങ്ങളുടെ സ്വരൂപ് ഹാപ്പി വെഡിങ്സ്. വെഡിങ് ഡേയിൽ ഉണ്ടാകുന്ന ടെൻഷൻ്റെ മെയിൻ കാരണം റോങ് ആയിട്ടുള്ള ഓഡിറ്റോറിയം ചൂസ് ചെയ്യുന്നതാണ്. കല്യാണ തലേന്ന് ഏതോ ഒരു വീട്ടിൽ നാടകത്തിന്റെ സെറ്റപ്പ് ഇട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്ക് കൊണ്ടോ നീ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്രൗഡ് 1000 ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഓഡിറ്റോറിയം 700 800 ഒക്കെ ആയിരിക്കാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങളിത് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നത് ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. 200 പേര് ഇരിക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയത്തിൽ അവിടെ ഡൈനിങ് ഏരിയ മാക്സിമം ചിലപ്പോൾ 200 250 ചാൻസ് ഉണ്ട്. വരുന്ന 1000 പേരും കഴിച്ചു കഴിയാൻ എങ്ങനെ പോയാലും 3 hours എങ്കിലും മിനിമം എടുക്കും. വലിയൊരു ലാഗ് അവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോൾ രാവിലെ വെഡിങ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈവനിങ് റിസപ്ഷൻ ഫംഗ്ഷനും സെയിം ലൊക്കേഷൻ സെയിം വെന്യൂവിൽ വെച്ച് എല്ലാവരും ഇല്ല, ചില ഓഡിറ്റോറിയംകാർ അത് ബുക്ക് ചെയ്യാറുണ്ട്. 2 കൂട്ടർക്കും ഒരേപോലെ തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. നിങ്ങൾ ചെക്ക് ലിസ്റ്റ് ചെയ്ത് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ഇലക്ട്രിസിറ്റി, അവിടെ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡെക്കറേഷനും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെയുള്ള ഇലക്ട്രിസിറ്റി. ഗ്രീൻ റൂമിൻ്റെ അവൈലബിലിറ്റി. ഗ്രീൻ റൂം ബ്രൈഡിനും ഗ്രൂമിനും മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റ്സിന് വരുന്ന ആർട്ടിസ്റ്റിനും ഹോസ്റ്റേഴ്സിനും ഒക്കെ ഒരു ഗ്രീൻ റൂം കൂടെ നിങ്ങൾ എപ്പോഴും ചോദിച്ച് മേടിക്കേണ്ടതായിട്ടുണ്ട്.